ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17 അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിന്റെ അകത്ത്, അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് പ്രവർത്തിച്ചതായിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം സാറായുടെ വാക്ക് അനുസരിച്ച് ഹാഗാറിനെ പരിഗ്രഹിക്കുകയും അതിലൂടെ ഒരു തലമുറ ഉരുവായിത്തീരുകയും ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഹാഗാർ സാറായുടെ പീഡനം സഹിക്കുവാൻ കഴിയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും തിരിച്ച് അവിടെ മടങ്ങി ചെല്ലുകയും ചെയ്യുന്നു. ദൈവദൂതൻ ഇടപെടുന്നു. ആ ഭാഗമാണല്ലോ നമ്മൾ ഇന്നലെ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചുവെന്നും ആ പ്രസവിച്ചു കഴിഞ്ഞ അബ്രഹാമിന് ആ സമയത്ത് 86 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായിൽ ജനിക്കുന്നത് എന്നും നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു പീരിയഡ് കഴിഞ്ഞിട്ട് ഈ 17 അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ 16 അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കണ്ടു അബ്രഹാമിന് 86 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 13 വർഷത്തോളം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതായിട്ട് വചനത്തിനകത്ത് നമ്മൾ കാണുന്നില്ല. അവിടെ കാണുന്നത് 99 വയസ്സായപ്പോഴാണ് വീണ്ടും ദൈവിക ഇടപെടലുകൾ കാണുന്നത്. ഈ 13 വർഷം എന്തുകൊണ്ടായിരിക്കാം ദൈവം ഒന്നും മിണ്ടാതിരുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരാം. കാരണം ദൈവം ഒരു വ്യക്തിയെ പണിതെടുക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ അകത്തൊക്കെ ചിലപ്പോൾ ഒരു ദൈവിക ഇടപെടലുകളും ഇല്ലാതിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥകൾ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊരു ആലോചന ദൈവം നമുക്ക് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കും. പക്ഷെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ദൈവം നമ്മളോട് മിണ്ടാതെ ഇരിക്കും. ആ സമയത്ത് ദൈവം നമ്മളെ മറന്നു കളഞ്ഞു എന്നല്ല, നമ്മൾ വീണ്ടും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ കർത്താവ് തന്നെയാണ് അബ്രഹാമിനെ 13 വർഷം കഴിഞ്ഞിട്ടും ദൈവം വരുന്നത്. കാരണം വാഗ്ദത്തം പറഞ്ഞ ദൈവം നമ്മളെ മറന്നു കളയുന്നില്ല. ഇടയ്ക്കെല്ലാം ദൈവം നമ്മളെ പണിതെടുക്കുവാൻ വേണ്ടി ചില പരിശോധനകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. അല്ലെ, ഒരിടത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ടെസ്റ്റിൽ നമ്മൾ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി, ഒരു എക്സാം എഴുതുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു ടീച്ചർ ആൻസർ പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അവന് ആൻസർ പറഞ്ഞു കൊടുക്കത്തില്ല. അവനോട് ആ സമയത്ത് ടീച്ചർ എക്സാം ടൈമിൽ അവനോട് ടീച്ചർ സംസാരിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കുന്ന സമയത്ത് കർത്താവ് സൈലന്റ് ആയിട്ടിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം നമ്മൾ തന്നെ അതിന്റെ ഉത്തരങ്ങളെ കണ്ടെത്തി കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കടന്നു വരണം എന്ന് ദൈവവും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സർവശക്തനായിരിക്കുന്ന കർത്താവിന്റെ വലിയ മഹത്വം നമ്മൾ കണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും കംപ്ലീറ്റ് ആ ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ളതായിരിക്കുന്ന ഉറച്ച വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്നിരിക്കുവാനുമാണ് ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു 13 വർഷത്തെ ഗ്യാപ്പ് അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം നമുക്കറിയാം പലയിടത്തും ഇതിനുശേഷം അല്ല ഇതിനു മുമ്പ് പലയിടങ്ങളിൽ ഒന്ന് തേരഹുമായിട്ട് യാത്ര തിരിച്ചു, അപ്പനുമായിട്ട് യാത്ര തിരിച്ച സമയത്ത് ഏകദേശം 5 വർഷത്തോളം ദൈവം മിണ്ടിയില്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിഞ്ഞു. അല്ലെ, ആ പീരീഡ് ഓഫ് ടൈമിൽ പിന്നെ ലോത്തുമായിട്ടുള്ളതായിരിക്കുന്ന സമ്പർക്കം നിന്നതായിരിക്കുന്ന ഒരു സമയത്ത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലോത്തുമായിട്ട് പിരിഞ്ഞപ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞപ്പോഴാണ് പിന്നെ ദൈവം അവിടെ ഇടപെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 13 വർഷത്തെ, കാരണം ഈ ഒരു പ്രശ്നം സാറയും ഹാഗാറും ഒക്കെ തമ്മിലുള്ളതായിരിക്കുന്ന ഈ ഒരു പ്രശ്നം അതിനുശേഷം ഒരു 13 വർഷം കഴിഞ്ഞാണ് ദൈവം വീണ്ടും സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പക്ഷെ ദൈവം അവിടെ സംസാരിച്ചു എന്നുള്ളതും അവിടെ ഈ അധ്യായത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 12 അധ്യായം മുതൽ നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ഈ ഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പേര് ദൈവം മാറ്റി അബ്രാം എന്നുള്ളതായിരിക്കുന്ന പേര് മാറ്റി അബ്രഹാം എന്നാക്കിയത് ഈ അധ്യായത്തിലാണ്. കാരണം അവിടെ ദൈവം പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ അടുക്കിലേക്ക് ദൈവം വരികയാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പേര് മാറ്റി നിന്നെ അബ്രഹാം എന്നാണ് ഇനി വിളിക്കുന്നത്. അല്ലെ, ആ ദൈവം മാറ്റിയ പേരാണ് അബ്രഹാം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നും അബ്രഹാം തന്നെ, അബ്രാം എന്നുള്ള പേരുണ്ടെങ്കിലും കർത്താവ് ഇട്ട പേരാണ് അബ്രാം എന്ന് എഴുതിയിരിക്കുമ്പോൾ പോലും നമ്മൾ വായിച്ചൊക്കെ പോരുമ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത്.
നമ്മൾ അങ്ങനെ പറയാൻ അധികവും ആഗ്രഹിക്കുന്നത്. കാര്യം കർത്താവിട്ട ഒരു പേരാണ് അബ്രഹാമിന് ആ പേര് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഇന്നും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവവുമായിട്ടുള്ള ഒരു നിയമം. ഹല്ലേലൂയ. നമുക്ക് ദൈവവുമായിട്ടൊരു നിയമം, ഒരു ഉടമ്പടി ദൈവം വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് നിന്ന് ദൈവം ഒരിക്കലും മാറിപ്പോകത്തില്ല. ഒരു വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവം മാറിപ്പോകത്തില്ല. കർത്താവ് താഴേക്ക് വന്നു കഴിയുമ്പോൾ അബ്രഹാമിനോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നിയമം നീയും നിന്റെ സന്തതിയും തലമുറ തലമുറയായിട്ടത് പാലിക്കണം. കാര്യം ദൈവം ഒരു ജനത്തെ, ഒരു ജനസമൂഹത്തെ തെരഞ്ഞെടുത്ത് തൻ്റെ നിയമം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് ആ അബ്രഹാമിലൂടെ ഒരു ജനതയാണ് ദൈവം സ്വപ്നം കാണുന്നത്. ആ ജനതയ്ക്ക് വേണ്ടി ഒരു നിയമം കൊടുത്ത് ആ ജനത തൻ്റെ വഴിക്ക് നടക്കണമെന്നും ആ ജനതയോടൊരു ഫേവർ കാണിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് ദൈവത്തിൻ്റെ പരമാധികാരമാണ്, അത് ദൈവിക പദ്ധതിയാണ്. നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് നമ്മൾ ആരുമല്ല. പക്ഷെ ദൈവത്തിന് തൻ്റെ നിയമം പാലിക്കുന്നതായിരിക്കുന്ന ഒരു തലമുറയെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുന്നതായിരിക്കുന്ന ഒരു സമൂഹത്തെ ദൈവം ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആ 10-ാം വാക്യത്തിനകത്ത് ദൈവം അവർക്കൊരു കൽപ്പന കൊടുക്കുകയാണ്. ഈ ഒരു നിയമത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ നിയമമാണ് ഇത് എന്ന് പറഞ്ഞ് ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അവിടെ ദൈവം പരിച്ഛേദന, എല്ലാ പുരുഷ പ്രജ ഒക്കെയും പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു നിയമം ദൈവം അവിടെ കൊടുക്കുന്നു. അവിടെ ഇങ്ങനെ 11-ാം വാക്യത്തിൽ 17-ന്റെ 11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാകുന്നു. ഇല്ലേ? കാരണം ദൈവവും ദൈവത്തിന്റെ ജനവും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു നിയമത്തിന്റെ അടയാളമായിട്ടാണ് ആ പരിച്ഛേദനയെ ദൈവം അവിടെ കണ്ടത്. പഴയ നിയമത്തിലെ പരിച്ഛേദന എന്ന് പറയുന്നത് അത് ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. ദൈവിക ഉടമ്പടി, ഞാനും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എങ്കിൽ പഴയ നിയമത്തിനകത്ത് ഒരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു പുരുഷ പ്രജകളെല്ലാം പരിച്ഛേദന ഏൽക്കുക എന്ന് പറയുന്നത്. അല്ലേ? ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യവും കൂടെ കാണുവാനായിട്ട് കഴിയും. ദൈവം ആ ഭാഗത്ത് ഈ ഒരു കൽപ്പന കൊടുത്തിട്ട് ദൈവം എല്ലാവരോടും പറയുക, അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ വീട്ടിലുള്ള പുരുഷ പ്രജ എല്ലാവരും 8 ദിവസം പ്രായമാകുമ്പോൾ ഈ പരിച്ഛേദന ഏൽക്കണം. അതിപ്പോൾ ദാസനായാലും ആരാണേലും, ഇപ്പൊ സന്തതി ഇല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, സകല ആൾക്കാരും പുരുഷനാണോ ഈ പരിച്ഛേദന ഏറ്റാൽ മാത്രമേ ആ ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്കകത്ത് ആ നിയമത്തിന്റെ അടയാളം ചെയ്തവനായിട്ട് ഇവൻ മാറുകയുള്ളൂ എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് ദൈവം പറയുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു ദൈവിക ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന എങ്കിൽ പുതിയ നിയമത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിനകത്തും കൊലോസ്യ ലേഖനത്തിനകത്തും വളരെ കൃത്യമായിട്ട് ഇത് എന്താണ് എന്നുള്ളത്, പരിച്ഛേദന പുതിയ നിയമത്തിനകത്ത് നമുക്ക് പരിച്ഛേദനയില്ല, പക്ഷേ ഒരു പരിച്ഛേദനയുണ്ട്. ആ പരിച്ഛേദന എന്താണ് എന്ന് വ്യക്തമായി നമ്മളെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായി നമ്മൾ വരച്ചു കാണിക്കുന്നതായിരിക്കുന്ന ഒരു ചിത്രം റോമാലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും കാണാം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. പരിച്ഛേദനയുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കിയില്ലയോ? പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഈ വാക്യത്തിന്റെ അകത്ത് ഒറ്റക്കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. അതായത് നമ്മുടെ ജഡത്തിനകത്തല്ല ഈ പുതിയ നിയമത്തിനകത്ത് ഒരു പരിച്ഛേദന കഴിക്കേണ്ടത്. പരിച്ഛേദന എവിടെയായിരിക്കണം? ആത്മാവിനകത്തായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് നോക്കിയിട്ട് വേണ്ടാത്തതായിരിക്കുന്ന കാര്യങ്ങളെ ഹല്ലേലൂയ ദൈവം പറഞ്ഞതുപോലെ നടക്കേണ്ടതിന് നമ്മുടെ ആത്മാവും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അകത്തുള്ള ഒരു ഉടമ്പടിയുടെ മേല് ഒരു പരിച്ഛേദന ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അതാണ് പറയുന്നത്. ഇങ്ങനെ ആത്മാവിൽ ഹൃദയ പരിച്ഛേദന നടത്തിയതായിരിക്കുന്ന ഒരു
ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കത്തുള്ളൂ എന്നുള്ളതും അവിടെ അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് കൈകൊണ്ട് ഒരു പരിച്ഛേദന ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. കാരണം ഈ ക്രിസ്തുവിന്റെ പരിച്ഛേദന എവിടെയാണ് നമ്മുടെ നടക്കുന്നത്? നമ്മുടെ ആത്മാവിനകത്താണ്, അല്ലെ? നമ്മുടെ ആത്മാവിലുള്ളതായിരിക്കുന്ന ഒരു ഹൃദയ പരിച്ഛേദന. കാരണം ദൈവം ആത്മാവാ. നമ്മുടെ ഉള്ളത്തിൽ വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യും. നമ്മുടെ ഉള്ളവുമായിട്ട് ദൈവത്തിന് ഒരു അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കർത്താവ് കടന്നു വരും. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, അല്ലെ? അപ്പോൾ ആ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാലാണ് ഇങ്ങനെയാണ് പറയുന്നത്. വാക്യം മുഴുവൻ ഞാൻ വായിക്കാം. അവനിൽ നിങ്ങൾക്ക്, അതായത് ദൈവത്തിൽ, യേശു കർത്താവില് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ ഈ ജഡശരീരം ഉരിഞ്ഞു കളയുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പരിച്ഛേദന എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. അതിൻ്റെ ബാക്കി ഒരു വാക്യം താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഈ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞത്, അല്ലേ? നമ്മൾ അതിനകത്ത് നമ്മൾ കാണുന്നു, നമ്മൾ സ്നാനപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജഡശരീരം അതിനെ ഉരിഞ്ഞു കളഞ്ഞതാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ജഡത്തിലുള്ളതായിരിക്കുന്ന സകല പാപങ്ങളും ആ വെള്ളത്തിനകത്ത് നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നതായിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കർത്താവിൻ്റെ കൂടെ മരിച്ച് അടക്കപ്പെട്ട് നമ്മൾ ആ ജഡത്തില് ക്രൂശിക്കപ്പെട്ടവരായി, അതാണ് കാണിക്കുന്നത്, അല്ലെ? അത് അങ്ങ് അടക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് ഉയരുമ്പോൾ കാണിക്കുന്നത്, നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ നമ്മൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, അതെ, ആ കർത്താവിൻ്റെ കൂടെയാണ് പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്, അല്ലേ? അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഈ സ്നാനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിനകത്തുള്ളതായിരിക്കുന്ന ആ ഒരു പരിച്ഛേദനയുടെ, പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു ദൈവിക അടയാളത്തിന്റെ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് പോലെ ഈ വാക്യം വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പുതിയ നിയമത്തിനകത്തുള്ളതായിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് ചേരുവാൻ സ്നാനമേൽക്കുക, അല്ലേ? ആ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ, ഒരു ഉടമ്പടി സ്ഥാപിക്കുവാൻ, ഈ ലോകത്തോട് നമ്മൾ കർത്താവ് ആണ് എൻ്റെ രക്ഷിതാവ് എന്ന് വിളിച്ചു പറയുന്നതായിരിക്കുന്ന ആ നിയമത്തിന്റെ ഒരു ഉടമ്പടി, അതിൻ്റെ ഒരു അടയാളമാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ഒരു ഉടമ്പടിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ ദൈവം ഇങ്ങനെ ഉടമ്പടിയെല്ലാം ചെയ്തു, പരിച്ഛേദനയുടെ നിയമമെല്ലാം അവർക്ക് കൊടുത്തു. എന്നിട്ട് സാറായിയുടെ പേരും ദൈവം മാറ്റുക. അബ്രഹാമിന്റെ പേര് മാത്രമല്ല ദൈവം മാറ്റുന്നത്, അബ്രഹാമിനെ അബ്രഹാമാക്കിയ ദൈവം സാറായി എന്ന പേര് മാറ്റി സാറ എന്നാക്കി. സാറ എന്ന് പറഞ്ഞാൽ രാജ്ഞി. ഈ ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ ഒരു മാതാവ്, ഒരു രാജ്ഞി എന്നുള്ള നിലയിലേക്ക് അവളുടെ ജീവിതത്തെ മാറ്റി ദൈവം വലിയ കാര്യങ്ങളെ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അബ്രഹാം ഇങ്ങനെ ചിരിച്ചെന്നും 100 വയസ്സുള്ള തനിക്ക് മകൻ ജനിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നുണ്ട്, നിനക്ക് തന്നെ ഒരു മകൻ, സാറായിൽ നിന്ന് തന്നെ ഒരു മകനെ ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടെ ദൈവം ഈ കാര്യം അബ്രഹാമിനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, പരിച്ഛേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ സ്പർശിച്ചതായിരിക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചുവെന്ന്. അബ്രഹാമിന്റെ ഒരു പ്രത്യേകതയാണ് അത്. ദൈവം എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അത് അപ്പോൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു അബ്രഹാം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചു. അബ്രഹാം പരിച്ഛേദന കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കുവാൻ, അന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട വചനങ്ങളാൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.